ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണവ് മോഹൻലാൽ നായകനെ രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്ന് ഒക്ടോബർ 31 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ ഹൊറർ ത്രില്ലർ സിനിമയാണ് ഡൈസ് ഇറേ. ഇന്നലെ രാത്രി 144 പ്രീമിയർ ഷോകളാണ് കേരളത്തിൽ ഈ സിനിമയ്ക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്. കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശത്തും എല്ലാം തന്നെ പ്രീമിയർ ഷോയ്ക്ക് ശേഷം ഹെവി പോസിറ്റീവ് അഭിപ്രായമായിരുന്നു കിട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ റെഗുലർ ഷോയ്ക്ക് ശേഷവും എല്ലാ മേഖലയിൽ നിന്നും നല്ല അഭിപ്രായം മാത്രമല്ല ചിത്രത്തിന്റെ വമ്പൻ ബുക്കിംഗാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബുക്ക് മൈ ഷോയിലൂടെ 14,000 ടിക്കറ്റുകളാണ് മണിക്കൂറിൽ ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രണവ് മോഹൻലാലിനോടൊപ്പം തന്നെ ചിത്രത്തിൽ ജിബിൻ ഗോപിനാഥ്, അരുൺ അജികുമാർ, ജയ കുറുപ്പ്, മനോഹരി ജോയി, അതുല്യ ചന്ദ്ര, സുസ്മിത ഭട്ട് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. എന്തായാലും ചിത്രം വമ്പൻ തരംഗമായി മുന്നേറുന്നു എന്നത് തന്നെയാണ് ഈ സിനിമയെക്കുറിച്ചുള്ള എല്ലാ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. പ്രീമിയർ ഷോയിലൂടെ തന്നെ ഇന്നലെ ഈ ചിത്രം കേരളത്തിൽ 81 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. നിലവിലെ ബുക്കിംഗ് രീതി അനുസരിച്ച് ഇന്ന് ഈ സിനിമ കേരളത്തിൽ 6 കോടിയോളം കളക്ട് ചെയ്യാനാണ് സാധ്യത. സിനിമയുടെ ഓപ്പണിംഗ് വേൾഡ് വൈഡ് കളക്ഷൻ മിക്കവാറും 10-12 കോടി റേഞ്ചിലും എത്തിച്ചേരുന്നതാണ്. നിലവിൽ കേരളത്തിൽ 300-ലേറെ സ്ക്രീനുകളും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 200-നടുത്ത് സ്ക്രീനുകളും ഉൾപ്പെടെ 500ഓളം സ്ക്രീനുകളാണ് ഇന്ത്യയിൽ ഈ സിനിമയ്ക്കുള്ളത്. വിദേശത്തുള്ള 500 സ്ക്രീൻ ഉൾപ്പെടെ 1000 സ്ക്രീനിലാണ് ഈ സിനിമ ലോകമെമ്പാടുമായി നിലവിൽ പ്രദർശനം തുടരുന്നത്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 65 ദിവസമാണ് പിന്നിടുന്നത്. ഇന്നലെ രാത്രി 12 മണിയോടെ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് പൂർത്തിയാക്കിയ ഈ സിനിമ 64-ാം ദിവസമായി ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 1,80,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 121,83 ലക്ഷം രൂപയാണ് 64 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 301,80 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. കാന്താര ചാപ്റ്റർ 1 തിയേറ്ററിലെത്തിയിട്ട് 30-ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലേക്കാണ് എത്തി നിൽക്കുന്നത്. 29-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ 12 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 55,20 ലക്ഷം രൂപയാണ് 29 ദിവസത്തെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 828 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. ഷറഫുദ്ദീൻ നായകനായി പ്രണീഷ് വിജയൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 16 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി കഴിഞ്ഞ മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ്. ഈ സിനിമ 15-ാം ദിവസമായി ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 19,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. 15 ദിവസം കൊണ്ട് 9,55 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 14,50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. മാത്യു തോമസ് നായകനെ നവാഗതനായ നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്ത് ഒക്ടോബർ 27 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. സിനിമ 7-ാം ദിവസമായി ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 16,25,000 രൂപയാണ് കളക്ട് ചെയ്തത്. 7 ദിവസം കൊണ്ട് 2,95 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4,50 ലക്ഷം റേഞ്ചിലുമാണ്. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവർ പ്രധാന താരങ്ങളായി രത്തീന PT സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പാതിരാത്രി. ഈ സിനിമ 14-ാം ദിവസമായി ഇന്നലെ വ്യാഴാഴ്ച 4,50,000 രൂപയാണ് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 14 ദിവസം കൊണ്ട് 2,45 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3 കോടി റേഞ്ചിലുമാണ്. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു എന്നിവർ പ്രധാന താരങ്ങളായി കീർത്തീശ്വരൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 വെള്ളിയാഴ്ച ദീപാവലി റിലീസായി തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയുടെ ഡ്യൂഡ്. ചിത്രം ഇന്നലെ വ്യാഴാഴ്ചയുടെ 2 ആഴ്ച പൂർത്തിയായി ഇന്ന് 15-ാം ദിവസമായ വെള്ളിയാഴ്ചയിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 7,50,000 രൂപയായിരുന്നു. അങ്ങനെ 14 ദിവസം കൊണ്ട് കേരളത്തിൽ 4,17 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. 14 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 55 കോടി കളക്ട് ചെയ്ത ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തി നിൽക്കുന്നത് 110 കോടി രൂപയിലാണ്. ധ്രുവ് വിക്രം നായകനായി മാരി ശെൽവരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബൈസൺ കാലമാടൻ ഇന്നലെ 14-ാം ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ 5,60,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 14 ദിവസം കൊണ്ട് 1,42 ലക്ഷം രൂപയാണ് കേരളത്തിൽ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. 14 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 41,50 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് 56 കോടി രൂപയാണ്. മഡോക്കോ ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5-ാമത്തെ ചാപ്റ്ററായ തമ്മ ഒക്ടോബർ 21 ചൊവ്വാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. ആദിത്യ സർപോത്കാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആയുഷ്മാൻ ഖുറാന, ജസ്മിക മന്ദാന, നവാസുദ്ദീൻ സിദ്ദീഖി എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ 10-ാം ദിവസം കൂടിയ ഇന്നലെ വ്യാഴാഴ്ച കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 1,95,000 രൂപയാണ്. 10 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് 38 ലക്ഷം രൂപയാണ്. 10 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 129,75 ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷൻ 148,75 ലക്ഷം രൂപയുമാണ്. തമ്മയ്ക്കൊപ്പം ഒക്ടോബർ 21 ദീപാവലി റിലീസായി തിയേറ്ററിലെത്തിയ മറ്റൊരു ബോളിവുഡ് സിനിമയാണ് ഏക് ദിവാനയ്ക്ക് ദിവാനിയാത്ത്. മിലാപ് സവേരി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഹർഷവർദ്ധൻ റാണെ, സോനം ബജ്വ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ 8,05,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 10 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 65,40 ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷൻ 75,40 ലക്ഷം രൂപയുമാണ്. ഷെയ്ൻ നിഗം നായകനെ ഉണ്ണി ശിവരംഗം തിരക്കഥ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 26 തിയേറ്ററിലെത്തിയ സിനിമയാണ് ബൾട്ടി. ഈ സിനിമ 35-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 1 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 9,29 ലക്ഷം രൂപയാണ് 35 ദിവസത്തെ കേരള കളക്ഷൻ. 13,25 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഡൈസ് ഇറേ ഉൾപ്പെടെ ഈ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.